ആദ്യത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പഠിക്കണോ? സേലത്തിന്റെ തന്നെ ആദ്യത്തെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ SPC കോളേജിന്റെ ഓൺ ഹോസ്പിറ്റലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. 1952 അമേരിക്കയിൽ നിന്നും FRCS കഴിഞ്ഞു വന്ന രണ്ട് ദമ്പതികൾ, ഡോക്ടർ KN റാവു ആൻഡ് ഡോക്ടർ പത്മ റാവു. ഇവരാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ ഫൗണ്ടേഴ്സ്. ഇന്നും അഭിമാനമെന്നോണം അവരുടെ തന്നെ 4ാമത്തെ തലമുറയാണ് ഈ കോളേജും ഈ ഹോസ്പിറ്റലും മാനേജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിന് ലഭ്യമായ ഏറ്റവും വലിയ അംഗീകാരങ്ങളായ NABH, NABL എന്നീ അംഗീകാരങ്ങൾ നമ്മുടെ ഈ ഹോസ്പിറ്റലിനുണ്ട്. 350 ബെഡഡ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 60,000-ൽ പരം സർജറികൾ, 25ഓളം സ്പെഷ്യലൈസേഷനുകൾ, കൂടാതെ തന്നെ സേലത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്താണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഒരു കോളേജിനെ പറ്റിയുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ നിങ്ങളോട് പറയുന്നതിനേക്കാൾ എപ്പോഴും ബെറ്റർ അവിടുത്തെ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോഴാണ്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് മോളെ പേര്? കെസിയ. എവിടുന്ന് വരുന്നു? ഓക്കെ. എങ്ങനെയുണ്ട് മോളെ ഇവിടുത്തെ അക്കാഡമിക്സും മറ്റു പ്രാക്ടിക്കൽസ് ഒക്കെ? അക്കാഡമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലും ഹോസ്റ്റലും കോളേജും എല്ലാം ഒറ്റ കോമ്പൗണ്ടിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും എല്ലാം നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാം ഡോക്ടേഴ്സ് ആണ്. അതുപോലെ ഇവിടുത്തെ ഡയറക്ടേഴ്സും ചെയർമാനും എല്ലാവരും ഡോക്ടേഴ്സ് തന്നെയാണ്. എന്താ മോളെ പേര്? ഓക്കെ. എങ്ങനെയാണ് മോളെ ഇവിടുത്തെ അഫിലിയേഷനും മറ്റു കാര്യങ്ങളൊക്കെ? ഈ കോളേജിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള INC അപ്രൂവ്ഡ് ആണ്, അതുപോലെ തന്നെ DNC അപ്രൂവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേറെ സർട്ടിഫിക്കേഷൻ ഒന്നും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. എന്താ മോളുടെ പേര്? സൂര്യ. എങ്ങനെയാണ് മോളെ ഇവിടുത്തെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ? നമുക്ക് ഇൻ ക്യാമ്പസിൽ തന്നെയാണ് ഹോസ്റ്റൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സേഫ് ആൻഡ് സെക്യൂർ ആണ്. പിന്നെ 24 hours നമുക്ക് കോളേജ് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സേഫ് ആണ്. ഓക്കെ. എന്താ മോളുടെ പേര്? അഖില. ഓക്കെ. എവിടുന്ന് വരുന്നു? പാലക്കാട്. ഓക്കെ. എങ്ങനെയാണ് മോളെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡ് വന്നിട്ട് നല്ല ക്വാണ്ടിറ്റി ഹൈജീനിക് ആയിട്ടുള്ള ഫുഡാണ്. നമുക്ക് വീട്ടിൽ കിട്ടുന്ന പോലത്തെ ഫുഡ് തന്നെയാണ് ഇവിടെ കിട്ടുക. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഫുഡ് അങ്ങനെ മിസ് ചെയ്യാറില്ല. മോളെ എങ്ങനെയുണ്ട് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ഈസിയാണ്. നമ്മളിവിടെ നിൽക്കുന്നവിടുന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ബസ് സ്റ്റോപ്പ് വരുന്നത്. പിന്നെ 2 കിലോമീറ്റർ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉള്ളൂ. അപ്പൊ അവിടുന്ന് ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിലൊക്കെ നല്ല അടിപൊളിയാണ്. മോളുടെ പേരെന്താ? ടീന. എവിടുന്ന് വരുന്നു? ഞാൻ പത്തനംതിട്ടയിൽ വരുന്നത്. ഓക്കെ. എങ്ങനെയാണ് മോളെ ഇവിടെ ക്ലിനിക്കൽ പ്രാക്ടീസ് ഒക്കെ? ക്ലിനിക്കൽ പ്രാക്ടീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഓൺ ഹോസ്പിറ്റലിൽ തന്നെയാണ് ക്ലിനിക്കൽ പ്രാക്ടീസ് ഒക്കെ വരുന്നത്. ഞങ്ങളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫാക്കൽറ്റീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങളെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഞങ്ങളെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടിക്കായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാത്തരം എക്സ്പീരിയൻസും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ പ്രാക്ടീസിന്റെ കാര്യത്തിൽ നല്ല അഭിപ്രായമാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ കുട്ടികളുടെ കോളേജിനെ പറ്റിയും ഹോസ്പിറ്റലിനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ. നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറയുന്നത് റാങ്ക് ഹോൾഡേഴ്സ് ആയ ഡോക്ടർമാരാണ് കുട്ടികൾക്കുള്ള ക്ലാസും കാര്യങ്ങളും ക്ലിനിക്കൽ പ്രാക്ടീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത് ഒരു മെയിൻ ഘടകമാണ്. ഇപ്പൊ നമ്മുടെ ബസ് സ്റ്റേഷനിലായിക്കോട്ടെ നമുക്ക് 5 മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ എത്തിച്ചേരാൻ പറ്റും. അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ അവിടെ തന്നെ എത്തിച്ചേരാൻ പറ്റും. ഇതാണ് നമ്മുടെ കുട്ടിയുടെ ലേഡീസ് ഹോസ്റ്റല്. ഇപ്പൊ മറ്റുള്ള കോളേജിന്റെ ഹോസ്റ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ബിൽഡിങ്ങിന്റെ 4 പോലും അവിടെ ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കോളേജില് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, ANM, കൂടാതെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളായ BSc OTH, BSc റേഡിയോളജി, BSc ഡയാലിസിസ്, BSc MLT, BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ്, BSc ആക്സിഡന്റ് ആൻഡ് എമർജൻസി കെയർ ടെക്നോളജി, BSc ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി. എന്താണ് അഡ്മിഷൻ പ്രൊസീജിയർ, മറ്റു കാര്യങ്ങൾക്ക് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.